താരെന്നല്ല അവിടെ വെച്ച് വെച്ച് പെനോയിൽ ഒഴിക്കണ്ടേ? ചായ കുടി കഴിഞ്ഞോ? ഈ കട്ടനടി കുടിച്ചു അറിയില്ല. നല്ല പാമോയിൽ ഒഴിക്കിട്ടോ. പാമോയിൽ ഒഴിക്കാൻ പോവാണേ. അപ്പോഴേ നമ്മള് കുഞ്ചൂസ് ഫാഷനിലേ പുതിയ മോഡലുകളില്ല, നമ്മൾ സെറ്റ് കൊണ്ട് ഒരുപാട് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. മറ്റേത് ചിലത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയായിരുന്നില്ല ഒരേ കളറാണ് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു കളർ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ആ ഒരു ഡിസൈൻ ഉള്ളത് ഉണ്ടാവോ ചോദിക്കുമ്പോൾ കിട്ടിയിരുന്നില്ല കേട്ടോ. നമ്മൾ ഇന്നലെ രണ്ടാമതും സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. അല്ല, ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ഇറക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ അറിയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താണ് കൂടുതൽ അന്വേഷണം വന്ന് ആ രീതിക്കുള്ള സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ ഇറക്കിയത്. അത് മാത്രമല്ല, കൂടുതൽ ട്രെൻഡിങ് ആയ സാധനങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൽ ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൽ ഇതാ ഇത്രയും സാരികൾ പോവാനുണ്ട് കേട്ടോ. അതെന്താ നമ്മുടെ ഈ ഫോണിലുള്ള ഇതൊക്കെ പോയതാ ഇല്ല, ഇതുണ്ട്, ഇത് നമുക്ക് പോവാനുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് 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 ഒന്നുകൂടി പറ. അതങ്ങോട്ട് പറഞ്ഞ ആർക്കും ഏൽക്കില്ലല്ലോ. പുളിയിലക്കരമുണ്ട് പറ ഒന്നുകൂടി. അങ്ങനെയാണ് ഞാൻ കേട്ടില്ല കേട്ടോ. പുളിയിലക്കരമുണ്ട്. അത് വേണ്ട, സ്പീഡ് പറയണ്ട, മെല്ലെ പറഞ്ഞാൽ മതി. മെല്ലെ പറയുന്നില്ലേ? സ്പീഡിൽ പറയുമ്പോ സുഗന്ധിക്കല്ല ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ പുളിയിലക്കരമുണ്ട് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് നിൽക്കുമ്പോ ഇന്നലെ ഇതാണ്ടോ ഈ ഒരു ബാസുവിനെ കിടക്കടി, ഈ ഒരു മുണ്ട് കണ്ടോ? ഇത് മുണ്ടല്ല, സെറ്റ് സാരിയാണ്. കണ്ടോ എന്താ ഈ സാരി എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ വിചാരിച്ചു ഇതെന്താ ഭഗവാനെ ഓർഡർ പോവാത്തെന്ന് വിചാരിച്ചു. പക്ഷെ ഡ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലിതാ കാണിച്ചു തരാം. ഈ ഒരു വർക്ക് കണ്ടോ, ഇങ്ങനെ 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 ഓരോ വർക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാണിച്ചു തരാം. ഫ്രണ്ട് ഇതങ്ങനെയാണ് വരിക. ഇതിൻ്റെ താഴെ കണ്ടോ, പിന്നെ ഓരോ കണ്ടോ താഴെ വരുന്ന ഭാഗം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഒരേപോലെ തന്നെ ഇതാ കണ്ടോ. മുണ്ടിനാണ് അങ്ങനെ വരൂല്ലേ? സെറ്റ് കൂടുതൽ വർക്ക് വരില്ലേ? ഇതാണ്ടോ, ഇതാ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. എല്ലാറ്റിലും നമ്മുടെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ഞാൻ വിചാരിച്ചു കേട്ടോ ഇതെന്താ കൂട്ടുകാർക്ക് ഇഷ്ടാവാത്തതെന്ന്. കാരണം ഈ ഒരു ഇത് കാണാൻ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടമായി, എൻ്റെ അഭിപ്രായം പറയും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ? അപ്പോൾ പൊതുവേ ഒന്നാമത് എനിക്ക് കറുപ്പ് കളറ് പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് കറുപ്പ് കളർ കുറേ ഓർഡർ വന്ന് കൂടുതൽ പോയത് കറുപ്പ് കളറാണല്ലോ. കറുപ്പാണ്. ഇതാ ഇതിൻ്റെ തന്നെ എന്ത്, പക്ഷെ നമ്മുടെ ഫോണിൽ നമ്മൾ കറുപ്പിൻ്റെ ഒരു ഇടുമ്പോൾ, കറുപ്പ് ഡിസൈൻ ഇടുമ്പോൾ ചില ഭാഗം നിറച്ചൊരു കളർ പോലെ തോന്നാറുണ്ട്. അത് ഫോണല്ലേ, ക്യാമറയിൽ അതൊക്കെ ചെയ്യേണ്ടത്. ക്യാമറയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ കുറച്ചൊക്കെ ഉണ്ടാവും. ഇത് മടക്കി നേരെ വെക്കാട്ടോ. പിന്നെ ഇതിൽ ഇത് പോയി ഇതാ അതിൻ്റെ തന്നെ സെയിം, അതിൻ്റെ തന്നെ കണ്ടോ സെയിം പ്രിന്റ് തന്നെയാണല്ലേ? എന്ത് കളറാ? പ്രിന്റ് അല്ല, വർക്കാണ് അത് പ്രിന്റാ? ഇത് പ്രിന്റാണ് കേട്ടോ വരുന്നത്. ഇവിടെയൊക്കെ പ്രിന്റാണ് വരുന്നത്. ഇതാണ്ടോ ഇതിന്റെ വർക്ക് പോലെ ഉണ്ടത് ഇല്ല, ഇതൊക്കെ വർക്ക് പോലെ ഉണ്ട്. അതിന്റെ അത്രയ്ക്ക് ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇതാ അതിന്റെ തന്നെ റെഡ്, ഇതും കണ്ടോ സെയിം തന്നെ, വെള്ളയിൽ ഇങ്ങനെ ഒരു ക്രീം കളർ പോലെയാണ് കേട്ടോ. അത് തനി വെള്ളയല്ല, ഒരു ക്രീം കളറ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്താ, അവിടെ എന്തൊക്കെയോ വർത്താനം പറയണോ. ഇതാ ഇത്
അമ്മ വിളിച്ചിട്ട് പറയണേ എനിക്കുള്ള സാരി എടുത്ത് വെക്കിട്ടോന്ന്, ഞാൻ പൈസ തരാന്ന്. ഈ സാരിയുടെ അല്ലേ എല്ലാ കളറും പോയി, ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഈ കളറ് മാത്രം എന്താണ്ടോ. ഇത് ടിഷ്യൂ സാരിയാണ് കേട്ടോ. എന്താ അതിൽ അറിയുന്നുണ്ടോ, അത് ഗോൾഡൻ കളർ അറിയുന്നുണ്ടോ? ഇതാ ഈ കുഞ്ചലം. പിന്നെ എന്താ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാരിയെ പറ്റിയിട്ട് നമുക്ക് അറിയില്ല, അറിഞ്ഞ് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് നമുക്ക് ദിവ്യ ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ, ഇങ്ങനെ സാരിയുടെ ഓരോ മോഡലുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നമ്മളെന്താണെന്നറിയോ പിന്നെയും ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ചില കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ചിലവർ കണ്ടിട്ടുണ്ടാവില്ലേ, എല്ലാ വീഡിയോ എല്ലാവരും കാണില്ലല്ലോ. പിന്നെ ഇത് ഇതും പോയി. ഇതിൽ ഇനി 2 പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വിത്ത് ബ്ലൗസ് വരുന്നതാണ്. കുറേ കൂട്ടുകാർ ചോദിക്കും വിത്ത് ബ്ലൗസ് ഉണ്ടോന്ന്. വിത്ത് ബ്ലൗസ് ഉണ്ടോന്ന്. ഇത് ഏതൊന്ന് തുറന്നു നോക്കട്ടെ. ഇതിൻ്റെ വർക്ക് ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല. അതുണ്ടോ, ഇതാണ് വർക്ക് വരിക. ഇതാണ് നമ്മുടെ ഈ സൈഡിലും നല്ല വർക്ക്, ഇവിടെയും വർക്ക്. പിന്നെ ഇതാ കണ്ട രസല്ലേ. ഇപ്പോൾ മറ്റേത് പിന്നെ ഇത് കോട്ടൺ സാരി, കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. ഇതാ ഇത് നമ്മൾ ഉടുത്താതാ ഒതുങ്ങി കിടക്കണ കണ്ടോ. ഇപ്പൊ കാണില്ലേ ചേട്ടാ? കാണില്ലേ? ഇതാണ് കേട്ടോ. ഇതിന് തന്നെ വിത്ത് ബ്ലൗസും വരുന്നുണ്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അതൊന്നും എടുക്കുക സോനിയ. ഇതാ അതിൻ്റെ ആ കളറ് നല്ല കളറാണ്. സെയിം ഡിസൈൻ. ഈ 2 പീസ് തന്നെ ഇത് കുറേ പോയി, എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കണ്ടോ, ഇത് അവിടെ കണ്ടോ. ഇതിങ്ങനെ ഇതിൽ വെച്ചിരിക്കുമ്പോൾ കാണില്ല, നമ്മൾ ഈ നൂർത്ത കവറിലിരിക്കുമ്പോൾ കാണില്ല. കണ്ടോ ഞാൻ സാരി കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നറിയാം, ഇന്ന് നമുക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് പല്ലുവേദനയായിട്ട് അമ്മ ഇങ്ങനെ പല്ലുവേദനയല്ല, പല്ല് പറിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയല്ലേ. അതാ ഇതാണ് ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ തന്നെ നേരെ മടക്കി വെക്കണേ. മടക്കാനൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് ഇതാ, ഇതിലും കുഞ്ചനം ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം തന്നെ ഇതാ. പക്ഷെ ഇതിൻ്റെ ഇതാ ഇത് വരുമ്പോൾ കണ്ടോ ഇതേപോലെ തന്നെ നല്ല അല്ലേ. ഈ ഒരു കളറ് കോമ്പിനേഷൻ അടിപൊളിയല്ലേ. ഇതൊരു ശരിക്കും വൈറ്റ് കളറല്ലേ വരുന്നത്, ഒരു ക്രീം കളർ, ചെറിയ ഷെയ്ഡിലൊരു ക്രീം, ഓഫ് വൈറ്റ്. ആ അപ്പം അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോഴേ കഞ്ഞിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ചമ്മന്തി കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ തോന്നി. പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി. സമയം ഇപ്പം എത്ര വെച്ചിട്ടാ? 10:30. കഞ്ഞിയോ? കഞ്ഞിയല്ല, 10:30 സമയം. എന്താ നമ്മുടെ ഈ ഭാഗത്തിലേ എപ്പോഴും ഒരു കാര്യമുണ്ട് കേട്ടോ. റെഡ് അലർട്ട് തന്നിട്ട് നമുക്ക് എന്താ മഴയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാലേ, റെഡ് അലർട്ട് വരുമ്പോൾ ഇവിടെ മഴയെ പെയ്യും, വരും. നമ്മുടെ ഇവിടെ മഴയെ പെയ്യില്ല കേട്ടോ. ആ സമയത്തില്ലേ മഴ പെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ പെരും മഴയും. എന്താ എല്ലാവരും വിളിച്ചിട്ട് പാലക്കാട് നല്ല മഴയില്ലേ. പാലക്കാട് നിന്ന് ഇവിടേക്ക്, നമ്മുടെ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ഇത്ര 40 കിലോമീറ്ററോ 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്തേ ചോറോ കേട് വന്നോ? ഞാൻ മോരുണ്ടോ? ഉഷാറായി. വെള്ളച്ചോറും
വെള്ളച്ചോറും ചമ്മന്തിയും മോരും. എന്തമ്മ ഇവിടെ കുഞ്ഞനല്ലേ, കുഞ്ഞിന് ഇഷ്ടേയല്ല. കുഞ്ഞിന് റേഷൻ കടയത്തെ ചോറ്, അവന് റേഷൻ കടയത്തെ മട്ടരിയുടെ ചോറില്ലേ ഇഷ്ടേ അല്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ചോറ് അതാണ്, അതാണ് നല്ല ബലത്തിൽ ഉണ്ടാവും. അവന് റേഷനരി, വെള്ള റേഷനരി പറ്റും, മട്ടരി പറ്റില്ല. എന്താ എനിക്കും ചില സമയത്തില്ലേ ചങ്കം ഇറങ്ങാത്ത പോലെ തോന്നും. വാണെങ്കിൽ പോയി വാങ്ങിക്കോന്നാ. മോര് വേണം സോന്യ? എവിടെ രണ്ടാൾക്കുള്ള ചൂട് ചോറിൽ നിങ്ങൾ മോര് വെച്ച് വിട്ടുവോ? ചൂട് ചോറിലൊന്നും മോര് വെച്ച് വിട്ടില്ല. ആരാ ചൂട് ചോറിൽ മോര് വെച്ച് വിട്ട്? മോര് കൂട്ടാണ്ടേ അതിൽ പോട്ടെ സോന്യ. തൈര് ഉണ്ടല്ലോ എല്ലാവർക്കും കഴിക്കാനുള്ളത്. ആ മതിയേ, അവിടെ കൊണ്ടേ കൊടുക്ക്. ഈ ചമ്മന്തി ആകുമ്പോ അതിന്റെ കൂടെ കുറച്ച് മോര് കൂടി ഉണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ ഒരാവി ഇല്ലാന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല അറിയാ. എന്തൊക്കെ രസമായി എന്ന് വിചാരിച്ചു അറിയാ. എന്താ ഉണക്കമീനുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, കൈപ്പക്കപ്പേരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്. ധാരാളമായി. അത് ഞാൻ ഇവളോട് രണ്ടെണ്ണി വാങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണി അവിടെ ഉണ്ട്. അവൾക്ക് അപ്പൊ ഈ കണ്ടില്ലേ പറഞ്ഞ ഇന്നലെ വെളിച്ചെണ്ണി ഓയില് ആ താഴെ, അത് എന്താ മില്ലിന്ന് വാങ്ങിയ എണ്ണേ. ആ മറ്റേ അപ്പൊ അവിടെ മുളക് പൊടി വെച്ചതിന്റെ അവിടെ ഉണ്ടേ വെളിച്ചെണ്ണി ഓയിൽ. മിഞ്ഞാന്ന് ഞാൻ വാങ്ങിയില്ലേ ഉപ്പ്. നീ അപ്പൊ ഈ അല്ലേ ഉപ്പിട്ട് അവിടെ അപ്പുറത്ത്? ആ അപ്പൊ അതിലുണ്ടല്ലോ വെളിച്ചെണ്ണി വെച്ചിട്ട്. അമ്മതാ കൈപ്പയ്ക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇനി മത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടാൻ വയ്ക്കാൻ. നമ്മുടെ ഈ ചട്ടി എന്തായാലും നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഒട്ടും കയ്പില്ലാണ്ട് കൈപ്പയ്ക്ക തിന്നാൻ പറ്റും. ഞാൻ ചേന വാങ്ങിയതാട്ടോ. ചേന എന്തിൻ്റെ കൂടെ എന്നറിയാം? കോഴി വാങ്ങുമ്പോൾ കോഴിയുടെ കൂടെ ചേന ഇട്ടിട്ട് കൂട്ടാൻ വയ്ക്കണം. മറ്റ് നല്ല വെന്ത് വെണ്ണ പോലെ ഉടയുന്ന ചേന എത്രേ ചേന. ഇന്നലെ ഞങ്ങൾ ചന്തയിൽ പോയപ്പോ ചന്തയിൽ സാധനങ്ങൾ മൊത്തം കഴിഞ്ഞേക്കണു, ഒന്നുമില്ല. രാത്രി 9 മണിക്കൊക്കെ പോയി 9:30 കഴിഞ്ഞില്ലേ? 9:30 പോയി കഴിഞ്ഞ ചന്തയില് എന്തുണ്ടാവുക? അവര് 4 ആളെങ്കിലും അവിടെ ഉണ്ടായത് ഭാഗ്യം. ആ ബാക്കിയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിക്കണം. പിന്നെ മഴയിട്ട് വന്നിട്ടില്ല തോന്നുന്നുണ്ട് കൊറേ അല്ലേ? സമയത്ത് കത്തിരി ഉണ്ടാവും. 8 മണിക്ക് മുന്നേ പോകണം. കഞ്ഞി എന്താ മത്തി രാജ്യം പോയിരുന്നോ? വഴുതനങ്ങ ഉണ്ട് കുറേ. ഇപ്പൊ ഇവിടെ ഒരു ഉപ്പേരിക്ക് വെക്കാനുള്ള വഴുതനങ്ങ ഇവിടെ തന്നെ ഉണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് വഴുതനങ്ങ വാങ്ങിയില്ല. കൂന് കിട്ടിയില്ല. ആ ഒരു പുതുക്കി ഒരു കൂനെ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കൂന് കിട്ടിയില്ല. അപ്പൊ നമ്മളെ നമ്മുടെ പല്ല് ചോറ് കൊണ്ടിട്ട് നമ്മുടെ 2 പല്ല് പറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് കാണാതിരുന്നത്. 2 എണ്ണം 2 പല്ല് പറിച്ച് നമുക്കാണ് പറഞ്ഞ വെച്ചാൽ ഇപ്പൊ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കുലുക്കുഞ്ഞില്ലേ? ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കുലുക്കുഴിയണേ, കവിൾക്കൊള്ളണേ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ വേഗം എന്താ മുറി ഇതാവും. അത് ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ്. തിരക്കിന്റെ ഭാഗങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ ഇനി വലിച്ചു നീട്ടി വർത്താനം പറയുന്നില്ല കേട്ടോ. നമ്മൾ വിശേഷം നിർത്തുകയാണ്. നാളെ കാണാം.